സിനിമയിലൊക്കെ എല്ലാ കലകളും ഒത്തുചേർന്ന് സമന്വയിക്കുന്ന ഒരു കലാരൂപമാണ് സിനിമ. നമ്മൾ പാട്ട്, സംഗീതം, ചിലപ്പം ശാസ്ത്രീയ സംഗീതം നമുക്ക് അടിസ്ഥാനപരമായി പലർക്കും അതിന് നോളജ് ഇല്ലെങ്കിലും സിനിമാ ഗാനങ്ങൾ എല്ലാവരും ആസ്വദിക്കുന്നില്ല അല്ലേ? സിനിമാ ഗാനം കേൾക്കാത്തവരും ഒന്നും നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ സിനിമാ ഗാനവും ഒരു കല തന്നെയാണ്, കവിത തന്നെയാണ്. പക്ഷെ കവിത നമ്മളത് ആ ഒരു കവിത മേഖലയിൽ അതിനെ വേർതിരിക്കുന്നുണ്ടെങ്കിലും നല്ല പാട്ടുകളുടെ അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ട് അത് കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അതിൽ എത്രമാത്രം കവിതയുണ്ട്. എല്ലാ സിനിമാ ഗാനങ്ങളും കവിത തന്നെയാണ് അല്ലേ? അപ്പോൾ കല എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യന്മാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നമ്മുടെ ജീവിത ഘടകം തന്നെ. അപ്പം നമുക്ക് എല്ലാവരും കലാകാരന്മാരൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ? കല നമുക്ക് ജന്മനാ കിട്ടുന്ന കഴിവാണ്. ജന്മനാ കിട്ടുന്ന കഴിവിന് നമ്മളെന്ത് ചെയ്യും? നമുക്ക് പരിപോഷിപ്പിക്കാൻ പറ്റും. എങ്ങനെ? ഇപ്പോൾ നമുക്ക് പാട്ട് പാടാൻ നല്ല കഴിവുണ്ട്. ചിലവർക്കൊക്കെ നല്ല ശബ്ദമായിരിക്കും, നല്ല കഴിവൊക്കെ ഉണ്ടാവും. പക്ഷേ സ്വരങ്ങളും അതുപോലെ നല്ല കേൾക്കാൻ ഇതിൻ്റെ വാക്ചാതുര്യം, അക്ഷരസ്ഫുടതയൊക്കെ ഉണ്ടാവും. പക്ഷേ അവർക്ക് നല്ല രീതിയിൽ പാട്ട് പാടണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ ശാസ്ത്രീയമായ അറിവ് കിട്ടിയിട്ടുണ്ടാവണം അല്ലേ? സംഗീതം പഠിക്കണം. സ്വരങ്ങളും പ്രസ്ഥാനങ്ങളൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് നന്നായ രീതിയിൽ അത് സംഗീതം ശരിയായ രീതിയിൽ പാടി പ്രചരിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ചിത്രകലയും ഏത് കലയായാലും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റില്ല. തീരെ പാടാൻ പറ്റാത്ത ഒരാളെ കൊണ്ട് നമുക്ക് പാടിപ്പിക്കാൻ പറ്റില്ല അല്ലേ? അതുപോലെ തീരെ വരക്കാൻ കഴിവില്ലാത്തൊരു കുട്ടിയെ കൊണ്ട് നമ്മൾ എത്ര ശ്രമിച്ചാലും ഏത് അധ്യാപനം വിചാരിച്ചാൽ വരപ്പിക്കാനും പറ്റില്ല. അപ്പോൾ ഇവർക്കൊക്കെ ജന്മനാ നമുക്ക് അവർക്കൊരു കഴിവുണ്ടാവും അവരുടെ ഉള്ളിനുള്ളിൽ. അത് ചിലപ്പോൾ നമുക്ക് നേരിട്ട് അച്ഛനമ്മയിൽ നിന്ന് തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ അച്ഛനമ്മയെ നേരിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ചില നമ്മൾ പൂർവികരിൽ നിന്ന് അവർക്ക് ആരും കിട്ടിയതായിരിക്കും. എങ്ങനെയായാലും അവർക്ക് ജന്മനായുള്ള ഒരു കഴിവുണ്ടാവും, ഒരു വാസനയുണ്ടാവും ഈ കല, ചിത്രകലയിലായാലും സംഗീതത്തിലായാലും. അപ്പോൾ നമ്മൾ കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് കാരണം നമുക്ക് ഒരുപാട് വൈകില്ല, നമ്മൾ കാത്തിരിച്ച് കുറച്ച് വലിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെ 3 വിഭാഗം അല്ലേ? 3 വിഭാഗം പക്ഷേ അല്ലേ? 4 വിഭാഗമായിട്ടാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. എല്ലാത്തിൻ്റെയും മത്സരത്തിൻ്റെ എല്ലാത്തിൻ്റെയും വിഷയം ഒന്ന് തന്നെയാണ്. വേണ്ട നമുക്ക് ലഹരി അല്ലേ? ലഹരി ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ സബ്ജക്റ്റ്. കുട്ടികളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കുട്ടികളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ സബ്ജക്റ്റ് വിഷയം വേണ്ട നമുക്ക് ലഹരി. ലഹരിയുടെ ഹരം എന്ന് പറയുന്നത് നമുക്ക് അതാണ് ആനന്ദം അല്ലേ? സന്തോഷം. ആ ലഹരിയുടെ ഹരം നമുക്ക് വേണ്ട. നമുക്ക് ജീവിതത്തിൽ മറ്റന്നെ പല പല ഹരങ്ങളും സന്തോഷങ്ങളും കണ്ടെത്താൻ പറ്റുന്നതാണ് മറ്റു അതിലേക്കൂടെ. അപ്പോൾ നമുക്ക് ലഹരിയുടെ ഹരം വേണ്ട, നമുക്ക് ലഹരിയുടെ ഹരം, ഇതാണ് സബ്ജക്റ്റ്. അപ്പോൾ ചിത്രം വരക്കുന്നത് ലഹരി ഈ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ